ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനോട് ചേർത്ത് തന്നെ അതേ സെയിമിൽ മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് അത് നമുക്കങ്ങ് ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ ഇവിടെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലായിട്ട് വന്ന് ഇങ്ങനെ സൈഡിലോട്ട് വരച്ച് ഒന്ന് താഴോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഈ സൈഡിൽ നിന്നും നമുക്ക് മുകളിലോട്ട് വരച്ച് പതുക്കെ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് താഴെ ഇച്ചിരിയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി ഒന്ന് പൊക്കിയിട്ട് പിന്നെ മറ്റേ ലൈനിലോട്ട് അങ്ങ് കൂട്ടിമുട്ടിക്കണം. അപ്പോൾ നമുക്ക് ആപ്പിൾ കിട്ടി. ഇനി വളരെ പെട്ടെന്ന് ഓറഞ്ച് വരയ്ക്കാൻ പറ്റുന്ന ഓറഞ്ച് വരയ്ക്കുമ്പം നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് ഒരു വര താഴോട്ട് വരയ്ക്കണം. എന്നിട്ട് അവിടെ നിന്ന് വി കണക്ക് പകുതി ആ വരയുടെ പകുതിക്ക് വെച്ച് മേളിലോട്ടൊന്ന് വരയ്ക്കണം, ഒരു വി കണക്ക്. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് തണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതേ മുമ്പേ ചെയ്ത കണക്ക് ഇപ്പുറത്തോട്ടൊരു ലൈൻ വരച്ച് അത് താഴെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഓറഞ്ച് റൗണ്ട് ഷേപ്പാണ്. അപ്പം നമുക്ക് ഒരു റൗണ്ട് അങ്ങ് വരയ്ക്കാം. ഇപ്പം നമുക്ക് ഓറഞ്ചും റെഡിയായി. ഇനി നമുക്ക് വാട്ടർമെലൺ ഹാഫ് വരയ്ക്കാം. ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഹാഫ് ഷേപ്പ് ടൈപ്പ് ഇങ്ങനെ വരച്ച് അതങ്ങ് ജോയിൻ ചെയ്യണം. ഇനി അതിൻ്റെ തുമ്പത്ത് ജസ്റ്റ് ഇങ്ങനൊരു ഷേപ്പും കൂടെ കൊടുക്കണം. എന്നിട്ട് വാട്ടർമെലൺ ആയതുകൊണ്ട് അതിനകത്ത് ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഒരു ബ്ലാക്ക് ഇങ്ങനെ ആ സീഡുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഓരോ സീഡായിട്ട് അങ്ങ് വരയ്ക്കണം. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കാം. അല്ല, നമ്മൾ ലീഫ് വരച്ചില്ല, ആപ്പിളിൻ്റെ ലീഫ് വരയ്ക്കാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് പിന്നെ ഇവിടെ നിന്ന് വരച്ച് ഇങ്ങനെ കൊണ്ടുപോയി താഴോട്ട് വരച്ച് ഇത് ജോയിൻ ചെയ്ത് പിന്നെ ലീഫിനകത്ത് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ഇപ്പുറത്തുനിന്നും നമുക്കൊരു ലീഫ് വരച്ച് അതിൻ്റെ നടുക്ക് ഒരു ലൈൻ കൊടുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്യും. ഇനി ഓറഞ്ചിൻ്റെത് ഇച്ചിരി ഒരു ലൈൻ ഇങ്ങനെ വരച്ച് അത് കൂട്ടിമുട്ടിച്ച് പിന്നെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ച് അപ്പുറത്തും ഇപ്പുറത്തും അതേ കണക്ക് തന്നെ ഇവിടുന്ന് താഴേന്നൊരു ലൈൻ ഇങ്ങനെ കൊടുത്തു, അത് ഇങ്ങനെ കൊടുത്തു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതിനകത്ത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് കളർ കൊടുക്കാം. ആപ്പിളിന് നമുക്ക് നല്ല റെഡ് കളർ കൊടുക്കാം. ഈ ലൈൻ കളർ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ആ അകത്തെ ബോർഡറിൽ കൂടെ ആദ്യം ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ വരയ്ക്കണം. അപ്പം അത് പുറത്ത് പോത്തില്ല. ആ സിംഗിൾ ലൈൻ നോക്കി ഇങ്ങനെ വരച്ച് മറ്റേ ഔട്ട്ലൈനിൻ്റെ പുറത്തൂടെ അങ്ങ് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ പതുക്കെ അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെച്ച് പെന്നോ ക്രയോൺസോ കളർ പെൻസിലോ വെച്ച് കളർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്രയോൺസാണ് ഉപയോഗിക്കുന്നത്.
ഇനി നമുക്ക് ആപ്പിളിൻ്റെ ലീഫിന് കളർ കൊടുക്കാം. ഇവിടെ ഞാൻ ഗ്രീൻ ക്രയോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഔട്ട്ലൈനിൽ കൂടെ വരച്ച് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കളർ ചെയ്യാം. ഇവിടെയും നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് നോക്കാം. ഓറഞ്ചിന് ഓറഞ്ച് കളർ തന്നെ നമുക്ക് കൊടുക്കാം. ആദ്യം അതും ആ ലൈനിൻ്റെ അകത്തുകൂടെ വരയ്ക്കും. എന്നിട്ട് നമുക്ക് ആപ്പിളിന് കൊടുത്ത കണക്ക് നല്ലതുപോലെ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ലീഫിന് നമുക്ക് ഇതേമാതിരി ഗ്രീനും കൊടുക്കാം. ആദ്യം അതിൻ്റെ സ്റ്റെമ്പിൽ കൊടുത്തു, പിന്നെ ലീഫിന്. ഇനി നമ്മൾ അടുത്തതായിട്ട് വാട്ടർമെലണാണ്. വാട്ടർമെലണിന് നമ്മൾ കളർ ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം. ഈ ഡാർക്ക് ഗ്രീൻ കൊണ്ട് ഈ ബോർഡറിൻ്റെ പുറത്തൂടെ നമ്മൾ ഒരു സിംഗിൾ ലൈൻ കൊടുക്കണം. അത് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. അതേ കണക്ക് ആ ഡാർക്ക് ഗ്രീൻ കൊണ്ട് നമുക്ക് ഇതുവരെയും ഒരു ലൈൻ കൊടുക്കണം. എന്നിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ക്രയോൺസ് കൊണ്ട് അതിൻ്റെ അകത്തൂടെ നമ്മൾ ഒരു ചെറിയ ഒരു ലൈൻ വരയ്ക്കണം. അതേ കണക്ക് ഈ സൈഡിലും ആ ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഒരു ചെറിയ ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വാട്ടർമെലണിൻ്റെ അകത്തെ കളറ് റെഡ് അല്ലേ, നമുക്കും റെഡ് കളർ അവിടെ കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ വരച്ചത് ആപ്പിൾ, ഓറഞ്ച്, വാട്ടർമെലൺ, ഇത് മൂന്നുമാണ്. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് വീട്ടിലിരുന്ന് വരച്ചു നോക്കണം.